അതെ, ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ പോകട്ടോ. നമ്മൾ ചങ്ങായി ഒരു വണ്ടി എടുത്ത് അപ്പോൾ അവനോട് ഞങ്ങൾ ചിലവ് ചോദിച്ചപ്പോൾ അവന് പറഞ്ഞു, എന്നാൽ ഞമ്മക്ക് നോമ്പ് തുറയാക്കി കഴിച്ചാന്ന്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി നോക്കുമ്പോൾ അതിലും വലുത് അവിടെ കുറേ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പള്ളിയിൽ പോയാൽ കാരക്ക ഉണ്ടാവും, പായസം ഉണ്ടാവും, അല്ലെങ്കിൽ ലൈം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാ പോയത്. അവിടെ പോയി നോക്കുമ്പോൾ ഒരു 3/4 പാത്രം ബിരിയാണി കഞ്ഞി ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ഒരു വത്തക്ക ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ഒരു പരിപ്പ് വട ഉണ്ട് കേട്ടോ. പിന്നെ അതിലൊരു കാരക്ക ഉണ്ട് കേട്ടോ. പിന്നെ അതിലുള്ളത് നൂൽപുട്ടും മുട്ടക്കറിയാട്ടോ. ഈ പള്ളിക്ക് നോമ്പ് തുറക്കാൻ എന്തായാലും ഒരു 150 ആൾക്കാരുണ്ടാവും എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിട്ടോ. അങ്ങനെ ഇതിലേക്ക് സഹായിച്ചവർക്കും ബാക്കിയുള്ളവർക്കും ഒരു ദുആ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദുആ കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതാ. അങ്ങനെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ ഹോട്ടലിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇനിയൊന്നും തിന്നാൻ കഴിയൂല. അങ്ങനെ ഞങ്ങൾ ടോപ്സ് ബേക്കറി കയറി. അവര് രണ്ടാളും ഷവർമ കഴിച്ച് ഞാനൊരു ലൈമും കുടിച്ച്. ബാക്കിയുള്ള ചെലവ് പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.